കുഞ്ഞന്മാരിലെ രാജാവ് എന്നറിയപ്പെടുന്ന പോമറേനിയൻ നായയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പരിചരിക്കാനും കൈകാര്യം ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ലാത്ത നായ്ക്കൾക്ക് പെറ്റ് വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. മാത്രമല്ല, കുറഞ്ഞ തീറ്റ, കുട്ടികളോടുള്ള സമീപനം എന്നിവയും നായ് പ്രേമികൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞൻ ഇനങ്ങളായ പോമറേനിയൻ, ഡാഷ് ഹൗണ്ട്, പഗ്, ലാസ, അപ്സോ, ബീഗിൾ തുടങ്ങിയവ വിപണിയിലെ താരങ്ങളാണ്. ഇവയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞവ പോമറേനിയനും ഡാഷ് ഹൗണ്ടും ആയിരിക്കും. എന്നാൽ പോമറേനിയൻ എന്ന പേരിൽ വിൽക്കപ്പെടുന്നത് ശരിക്കും പോമറേനിയൻ ആണോ? പോമറേനിയൻ എന്ന പേരിൽ വിൽക്കപ്പെടുന്ന നായ്ക്കളിൽ മിക്കതും പോമറേനിയൻ അല്ല എന്നതാണ് സത്യം. അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ വാക്കുകൾ കേട്ടോ ആണ് പലരും പോമറേനിയൻ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ പോമറേനിയൻ എന്ന പേരിൽ വിൽക്കുന്നത് എന്ത് ഇനമായിരിക്കും? സ്പിറ്റ്സ്. ഈ പേര് സാധാരണക്കാരുടെ ഇടയിൽ അത്ര പ്രചാരത്തിലുള്ളതല്ല. ഇടതൂർന്ന ഡബിൾ കോട്ട് രോമവും ചെറിയ മുഖവും ചുറുചുറുക്കുമെല്ലാം ഒരുപോലെയാണെങ്കിലും സ്പിറ്റ്സിനെയും പോമറേനിയനെയും ഒരേ പേരിൽ വിളിക്കാൻ കഴിയില്ല. ഇടതൂർന്ന നീളമേറിയ രോമങ്ങളുള്ള നിരവധി ബ്രീഡുകൾ ഉൾപ്പെടുന്ന സ്പിറ്റ്സ് വിഭാഗത്തിലെ ഏറ്റവും ചെറിയ ഇനമാണ് പോമറേനിയൻ അഥവാ പോം. സ്പിറ്റ്സിൽ തന്നെ ജാപ്പനീസ് സ്പിറ്റ്സ്, ജർമ്മൻ സ്പിറ്റ്സ്, ഇന്ത്യൻ സ്പിറ്റ്സ് എന്നിവയുമുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. 6 തൊട്ട് 7 ഇഞ്ച് ഉയരവും 2 കിലോയിൽ താഴെ ഭാരവും വരുന്ന വളരെ ചെറിയ ബ്രീഡാണ് പോമറേനിയൻ. ഓറഞ്ച്, കറുപ്പ്, വെള്ള നിറങ്ങളിലും പല നിറങ്ങൾ കൂടിച്ചേർന്നും കാണപ്പെടുന്നു. പോമറേനിയനെ മിനിയേച്ചർ പോം, ടോയ് പോം, ടീക്കപ്പ് പോം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല. അതേസമയം സ്പിറ്റ്സിന് 1 തൊട്ട് 1.5 അടി ഉയരവും അതിനൊത്ത തൂക്കവുമുണ്ട്. വലുപ്പം കഴിഞ്ഞാൽ രണ്ട് ഇനങ്ങളും തമ്മിലുള്ള വ്യത്യാസം രോമമാണ്. രണ്ടിനത്തിനും ഡബിൾ കോട്ട് രോമമാണ് ഉള്ളതെങ്കിലും രോമത്തിന്റെ നീളത്തിലും വിന്യാസാകൃതിയിലും വ്യത്യാസമുണ്ട്. സ്പിറ്റ്സുകളുടെ ഉള്ളിലെ രോമം നീളം കുറഞ്ഞതും ഇടതൂർന്നതുമായിരിക്കും. എന്നാൽ പുറത്തെ രോമം കട്ടിയുള്ളതും നേരെയുള്ളതുമായിരിക്കും. അതേസമയം പോമറേനിയൻ നായ്ക്കളുടെ രോമം കനം കുറഞ്ഞതും നീളമുള്ളതുമാണ്. വാലിനുമുണ്ട് വ്യത്യാസം. സ്പിറ്റ്സ് ഇനം നായകളുടെ വാലിന് ഒരു വശത്തേക്ക് അല്പം വളവ് ഉണ്ടാകും. പോമറേനിയനുകൾക്കാവട്ടെ വാൽ ശരീരത്തിന് ലംബമായി തന്നെയാണ് ഉണ്ടാവുക. സ്വഭാവത്തിലും വൈരുദ്ധ്യം ഏറെയുണ്ട്. സ്പിറ്റ്സിനെ കാവൽ നായ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. പരിചയമില്ലാത്തവരെ കണ്ടാൽ കുരയ്ക്കാനും ഭയപ്പെടുത്തി നിർത്താനും വേണമെങ്കിൽ കടിക്കാനും സ്പിറ്റ്സിന് കഴിയും. എന്നാൽ പോമറേനിയൻ പൊതുവെ ശാന്ത സ്വഭാവത്തിനുടമകളാണ്. മനുഷ്യരോട് ഇടപഴകാൻ താല്പര്യമുള്ള ഇവർ ആരോടും പെട്ടെന്ന് ഇണങ്ങും. അതുകൊണ്ട് തന്നെ ഇൻഡോർ നായ എന്ന രീതിയിൽ വളർത്താൻ മികച്ച നായ ഇനമാണ് പോമറേനിയൻ. നീളമേറിയ രോമങ്ങളുള്ള ഇനങ്ങളായതിനാൽ ദിവസേന ചെയ്യണം. അല്ലാത്തപക്ഷം രോമം കെട്ടിപിണഞ്ഞ് നായ്ക്കളുടെ ഭംഗി നഷ്ടപ്പെടാം. മാത്രമല്ല, പൊഴിയുന്ന രോമങ്ങൾ കൃത്യമായി നീക്കം ചെയ്യാനും കഴിയും. ഇന്ത്യൻ സ്പിറ്റ്സ്. പോമറേനിയന്റെ പേരിൽ കേരളത്തിൽ ഏറെ പ്രചാരം നേടിയ ബ്രീഡാണ് ഇന്ത്യൻ സ്പിറ്റ്സ്. കൂടുതലും വെളുത്ത നിറത്തിൽ കാണുന്ന ഇവരെ വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേറ്റർ ഇന്ത്യൻ സ്പിറ്റ്സ് എന്നും സ്മോളർ ലെസ്സർ ഇന്ത്യൻ സ്പിറ്റ്സ് എന്നും തരം തിരിച്ചിട്ടുണ്ട്. വെള്ള കൂടാതെ കറുപ്പ്, ബ്രൗൺ നിറങ്ങളിലും 2 നിറങ്ങൾ കൂടിച്ചേർന്നും ഇവർ കാണപ്പെടുന്നു. രോമങ്ങൾ എപ്പോഴും പൊഴിയുന്ന സ്വഭാവക്കാർ ആയതിനാൽ കൃത്യമായി പൊഴിയുന്ന രോമങ്ങൾ നീക്കം ചെയ്യുവാൻ പ്രത്യേക കരുതൽ വേണം. ഇവയ്ക്ക് മികച്ച രീതിയിൽ ആരോഗ്യം ഉണ്ടാകുവാൻ പ്രോട്ടീൻ കൂടുതലായ ഭക്ഷണം നൽകണം. ധാതുലവണ സമ്പുഷ്ടമായ തീറ്റ ഇന്ന് മിക്ക കടകളിലും ലഭ്യമാണ്. ഇത് വാങ്ങി നൽകുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല ഭക്ഷണവും വ്യക്തി ശുചിത്വവും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ നിരവധി രോഗങ്ങൾ ഇവയ്ക്ക് കടന്നുവരും. എപ്പോഴും നല്ല രീതിയിൽ ശുദ്ധജലം ഇവയ്ക്ക് ലഭ്യമാക്കണം. പലപ്പോഴും വെള്ളം കുടിക്കുന്നത് കുറവായതിനാൽ ഇത്തരം വളർത്തുനായകളിലെ മൂത്രത്തിൽ കല്ല് എന്നൊരു രോഗം വരാറുണ്ട്. മൂത്രത്തിന് മഞ്ഞ നിറം കൈവരുന്നതും പലതവണയായി മൂത്രം പോകുന്നതും ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങളായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഡോക്ടറുടെ സേവനം ഉടനടി ഏർപ്പെടുത്തണം. പ്രാഥമിക ഘട്ടത്തിൽ മൂത്രക്കല്ല് പരിഹരിച്ചില്ലെങ്കിൽ ധാരാളം രോഗസാധ്യതകൾ ഇവയ്ക്കുണ്ട്. പലപ്പോഴും വിപണിയിൽ ഇതേ ഇനം എന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ടോയ് പോം, ടീക്കപ്പ് പോം തുടങ്ങിയ ഇനങ്ങൾ വിപണിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇത്തരം ഇനങ്ങൾ ഒരിക്കലും പോമറേനിയൻ എന്ന ഇനം അല്ല എന്ന് തിരിച്ചറിയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും സുന്ദരമായ ഒരു ദിനം നേരുന്നു.